ഹായ് നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഒലിവിയ ഡിസൈൻസിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെയും കുറേ വീഡിയോസ് അവരുടെ വന്നെങ്കിലും ഞാൻ പിന്നെ അതിൽ വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയിട്ട് വിട്ടതായിരുന്നു. മാമാട്ടി അണ്ണൻ അതുലിനെ വിളിച്ചിട്ട് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി സംസാരിക്കുന്നതും ആ ക്യാഷ് പെൻഡിങ്ങുള്ള കുട്ടികളുടെയൊക്കെ ക്യാഷും മൊബൈലും ഒക്കെ കൊടുത്ത് ആ പ്രശ്നം അങ്ങ് അടിച്ചമർത്താൻ വേണ്ടി സോൾവ് ചെയ്ത് ബാക്കി അയാൾ പെൺകുട്ടികളോട് മോശമായിട്ട് പെരുമാറിയതെല്ലാം അങ്ങ് ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതങ്ങ് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ വേണ്ടാന്ന് കരുതി വിട്ടതാണ്. പിന്നാണ്ട് അച്ചു മാഡം വന്നിട്ട് കൺമണി പ്രായിക്കൊണ്ട് കുറേ കരഞ്ഞ് നിലവിളിച്ച് വീഡിയോ ഇടുന്നു കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അച്ചുമാടൻ ചോദിക്കുന്നത്, കൺമണി ഞാൻ നിന്നെ എന്തിനു ദ്രോഹിച്ചു? കൺമണി നിനക്ക് ഞാൻ വല്ല ദ്രോഹം ചെയ്തു? നീ എൻ്റെ സ്ഥാപനം തകർക്കാൻ വേണ്ടിയിട്ട് കൺമണിക്ക് എന്ത് ചെയ്തു? കൺമണി എന്ത് ചെയ്തു? ബാക്കി പെങ്കൊച്ചുങ്ങളെ ചെയ്തതെല്ലാം നല്ല വൃത്തിക്ക് അങ്ങ് മറന്ന് അതിനെക്കുറിച്ച് മിണ്ടുന്നേ ഇല്ല. അതും വേണ്ട, ഇനി അതിനെക്കുറിച്ചൊരു ആ മാറ്ററിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതി വിട്ടതായിരുന്നു. ജസ്റ്റ് ആ ഒരു സമയത്ത് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി പ്രതികരിച്ചു വിട്ടു. പ്രശ്നം സോൾവായി വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ ആ ചെയ്ത വീഡിയോയ്ക്ക് താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നീ ആരടി എന്ന് ചോദിച്ചിട്ട്. ഞാൻ മനസ്സിലാവുമല്ലോ അത് ആരായിരിക്കും എന്നുള്ളത്. ഏതോ ഒരു വാലാട്ടിക്കിളിയാണ് സിബി മാമാട്ടിയുടെയും അച്ചു മാമിൻ്റെയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വന്നിട്ട്, ഞാൻ എൻ്റെ യൂട്യൂബിൽ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും എൻ്റെ ഫേസ്ബുക്കൊക്കെ ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വന്നു. ഞാനതിവിടെ ഈ സൈറ്റിൽ കൊടുക്കാമേ, മെസ്സേജ് നിങ്ങളൊന്ന് കാണാം. കണ്ടല്ലോ. ഇനി മാമാട്ടി കിളിയും പിന്നെ അച്ചു മാഡവുമാണോ, ഇനി അതോ ഈ മാമാട്ടിയുടെ ഏതെങ്കിലും വാലാട്ടിപ്പട്ടിയാണോ എന്നെനിക്കറിയത്തില്ല. എന്തായാലും ആ പീച്ചണിപ്പെടുത്തിയിൽ ഞാനങ്ങ് പേടിച്ചു. എൻ്റെ മുട്ടങ്ങ് ഇങ്ങനെ കിടന്ന് വിറയ്ക്കുക കേട്ടോ. എനിക്ക് രാവിലെ തൊട്ട് എനിക്ക് വെള്ളം ഇറങ്ങുന്നില്ല. ഈ മെസ്സേജ് കണ്ടപ്പോൾ തൊട്ടേ ഞാനങ്ങ് ടെൻഷനായിപ്പോയി. കാരണം എൻ്റെ ഫോട്ടോസും ഫേസ്ബുക്കിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫോട്ടോസുണ്ട്, വീഡിയോസുണ്ട്. എനിക്കറിയത്തില്ല, എനിക്കങ്ങ് ടെൻഷൻ കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ ഒന്നും ചെയ്യരുത്, ഉപദ്രവിക്കരുത്. ഞാൻ കാല് പിടിക്കുകയാണ്. നാണമില്ലല്ലോ, ഒരല്പം ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നവരെല്ലാം പേടിപ്പിച്ച്. ഞാൻ അതുലാണോ ഹെലനാണോ പറയുന്നുണ്ട്. ആ കുട്ടിയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു കുട്ടിയുടെ ഫോട്ടോയും നമ്പരും കൂടി വെച്ചിട്ട് ഇവർ ഓൺലൈനിൽ വെച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ കണ്ടപ്പം ചെറ്റകളാണ് എന്നുള്ളത് ഓൾറെഡി നമുക്കറിയാം. അതൊന്നും താഴോട്ട് പോവാതെ അപ്പം ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചെയ്ത് 2K മാത്രം വ്യൂ ഉള്ള എൻ്റെ ഈ വീഡിയോയ്ക്ക് എനിക്കിതാണ് മെസ്സേജെങ്കിൽ വേറെ കുറച്ചുകൂടിയൊക്കെ റീച്ചുള്ള വീഡിയോ കിട്ടിയവരെ ഇവർ ഏത് രീതിക്ക് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും? ചുമ്മാ ആണോ കടൽ മച്ചാനൊക്കെ വിളിച്ചത്, മറ്റേ പാലാക്കാരനെ? ഈ കടൽ മച്ചാൻ ഇതിലെന്തായിരുന്നു മാറ്റർ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ അന്നും വിചാരിച്ചു വീഡിയോ ചെയ്യണോ, പിന്നെ വിചാരിച്ചു വേണ്ട. ഇങ്ങേരിതെന്തോ കാണിക്കാനാ ഈ പാലാക്കാരനെ വിളിച്ചിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കാൻ പോയെന്നുള്ളത് അറിയത്തില്ല. മാറ്റർ എന്തായാലും നല്ല രീതിക്ക് അടിക്കൂട്ടി. കാരണം ജസ്റ്റ് ഒരു വീഡിയോ, വെറും 2K വ്യൂ മാത്രമാണ് ആ വീഡിയോയ്ക്കുള്ളത്. ആ വീഡിയോ ഇട്ട എനിക്കിതാണ് പീച്ചണിയെങ്കിൽ എന്തോ. അപ്പോൾ ഇയാൾ ഈ പ്രശ്നം ഏത് രീതിക്ക് ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും പീച്ചണി ഏറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ പേടിച്ചിട്ടുണ്ട്. ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നില്ല ഒലിവിയെക്കുറിച്ച് കേട്ടോ. ഞാൻ ഇതൊന്നും ബോധ്യപ്പെടുത്തണം, ഇത് വീഡിയോ ചെയ്ത് തന്നെ ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി. ആദ്യം എനിക്ക് ഈ മെസ്സേജ് കണ്ടപ്പോൾ തോന്നിയത് നല്ലത് തിരിച്ച് പറയാനാണ്. പിന്നെ വിചാരിച്ചു വേണ്ട, എന്തിനാ ഏത് അഷടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് ചെയ്തതെന്ന് അറിയത്തില്ല. അവളുടെ അല്ലെങ്കിൽ അവൻ്റെയോ തന്നെ ലെവലിലോട്ട് ഞാൻ തഴരുതല്ലോ. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചീത്ത പിടിച്ചവരെ ഞാൻ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യണം. ഞാൻ എന്തായാലും അക്കൗണ്ട് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ അക്കൗണ്ട് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണെന്ന് തോന്നുന്നു. പുതിയതായിട്ട് തുടങ്ങിയ അക്കൗണ്ടാണ്. ഏതെങ്കിലും എൻ്റെ ഒരു ഊഹമാണ് ഞാൻ പറയുന്നത്. അവിടെ ഇരിക്കുന്ന ഏതോ ഒരു കുട്ടിയുടെ മൊബൈൽ എടുത്തിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു. കാരണം ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുട്ടിക്ക് കിട്ടിക്കൊള്ളുമല്ലോ. ആരാണോ ഈ സിമ്മിൻ്റെ ഓണർ, ആരാണോ ഈ ഫോണിൻ്റെ ഓണർ, അവർക്ക് പണി കിട്ടുമല്ലോ. ഇതൊക്കെയായിരിക്കും അവിടെ ചെയ്യുന്നത്. കഷ്ടം. അവിടെ പോയി പണിയെടുത്ത് ജീവിച്ചൂടെ? കുറേ പെൺകുട്ടികളെ 28-ന് താഴോട്ട് 21-നും 28-നും താഴോട്ടുള്ള പെൺകൊച്ചുങ്ങളെ കൊണ്ട് അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തി മാസം 4 ലക്ഷത്തോളം അവരെ കൊണ്ട് ഏണിങ് ഉണ്ടാക്കിയിട്ട് അവർക്ക് 40,000 രൂപ കമ്മീഷനും കൊടുത്ത് അതിന്നും 10-20,000 രൂപ ഫൈനും മറ്റതെന്നും പറഞ്ഞ് അവരെ പിഴിഞ്ഞ് ഉളുപ്പില്ലാതെ തിന്ന് ജീവിക്കുന്നു. ഇത് നാട്ടുകാർ അറിഞ്ഞപ്പോൾ അതങ്ങ് കോംപ്രമൈസ് ആക്കി, അല്ല ആ കുട്ടിയൊക്കെ ചെയ്യാനുള്ളത് ചെയ്ത് ഒതുക്കി തീർക്കായിരുന്നു ചെയ്യേണ്ടത്. ഈ പ്രശ്നം ഇത്രത്തോളം ആക്കിയത് നിങ്ങളാണ്.
ഈ പ്രശ്നം പിന്നെയും ആക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളാണ്. ഇപ്പോൾ ഈ വീഡിയോ വീണ്ടും ചെയ്ത് ഈ ഒരുവിധം ഒന്ന് താണിരിക്കുന്ന പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ട് വരണമെന്നൊന്നും എനിക്കില്ല. പക്ഷെ ആ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും വീഡിയോ ചെയ്യണമെന്ന് തന്നെ തോന്നി. വാലാട്ടിപ്പട്ടിയായാലും ഇനി മാമാട്ടിപ്പട്ടിയായാലും ആരായാലും പീച്ചനെയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ കേട്ടോ. എന്നെ എന്തോ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അങ്ങ് പോയി ചെയ്തിട്ട് വാ, ബാക്കി പിന്നെ.